മനുഷ്യന്റെ ആർത്തിപൂണ്ട ലാഭകൊതിയും നഗരവൽക്കരണവും പ്രകൃതി വിഭവങ്ങളെ സാരമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ ലഭ്യമായ വെള്ളത്തിന്റെ 97% സമുദ്രജലമാണ്. ബാക്കി 3% മാത്രമാണ് ഭക്ഷ്യയോഗ്യമായത്. ആ 3% വെള്ളത്തിന്റെ സ്രോതസ്സുകളായ പുഴകളും അരുവികളും കിണറുകളും പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, മാലിന്യങ്ങൾ, കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന രാസമരുന്നുകൾ കാരണമായിട്ട് മലിനീകരിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് വനനശീകരണം. മനുഷ്യൻ തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രതിവർഷം 1.8 കോടി ഹെക്ടർ വനമാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രകൃതിയുടെ ബയോഡൈവേഴ്സിറ്റി തകർക്കുക മാത്രമല്ല, കാലാവസ്ഥ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ, വായു മലിനീകരണം തുടങ്ങി അതിമാരകമായ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുക തന്നെ ചെയ്യും. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു നാടിന്റെ സകല സ്വപ്നങ്ങളെയും മുച്ചൂടും തകർത്ത് 200-ൽ കൂടുതൽ ജീവനെടുത്ത ചൂരൽമലയിലെ പ്രകൃതി ദുരന്തം ഓർമ്മയില്ലേ? ചൂഷണത്തിനെതിരെയുള്ള പ്രകൃതിയുടെ മുന്നറിയിപ്പുകളാണ് ഇത്തരം ദുരന്തങ്ങൾ. വിഷം തുപ്പുന്ന ഫാക്ടറികളും വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളും നമുക്ക് ശ്വസിക്കാനുള്ള വായുവിനെ വിഷലിപ്തമാക്കുന്നു. ലോകത്തെ ഏറ്റവും മലിനമായ 10 സിറ്റികളുടെ ലിസ്റ്റിൽ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി ഇടം പിടിച്ചിട്ടുണ്ടെന്ന് ഞെട്ടലോടെ നാം തിരിച്ചറിയണം. നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ വായു പണം കൊടുത്ത് വാങ്ങേണ്ട ദുരവസ്ഥ സമീപ ഭാവിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. അരിയും പച്ചക്കറികളും മറ്റു നിത്യോപയോഗ വസ്തുക്കളും വാങ്ങുന്ന കൂട്ടത്തിൽ ഓക്സിജൻ കിറ്റുകളും വാങ്ങി ഉപയോഗിക്കേണ്ട ഭീതിതമായ അവസ്ഥ ചങ്കിടിപ്പോടെ ഞാൻ പങ്കുവെക്കുന്നു. പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും അതിന്റെ പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ പറയാതെ വയ്യ. നമുക്കെല്ലാവർക്കും ആവശ്യം പൂർത്തീകരിക്കാനുള്ള വിഭവ സമ്പത്ത് പ്രകൃതിയിൽ ഉണ്ട്. എന്നാൽ അവന്റെ ആർത്തി പൂർത്തീകരിക്കാനുള്ളത് പ്രകൃതിയിൽ ഇല്ലതാണ്. മഹാത്മാഗാന്ധിയുടെ ഈ വാക്കുകൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രകൃതിയോടുള്ള ഏറ്റവും വലിയ സ്നേഹം. പ്രകൃതിയെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും 2021 ഐക്യരാഷ്ട്രസഭ ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട്. റീഇമേജിൻ, റീക്രിയേറ്റ്, റീസ്റ്റോർ. പ്രകൃതി വിഭവങ്ങളുടെ അനാവശ്യ ഉപയോഗങ്ങൾ ഒഴിവാക്കണം. മരങ്ങൾ നട്ടു നനച്ച് വളർത്തിയെടുക്കണം. സൗരോർജം, കാറ്റോർജം കൃത്യമായി ഉപയോഗപ്പെടുത്തണം. റീസൈക്ലിംഗ് സിസ്റ്റം ജീവിത രീതിയാവണം. സീറോ വേസ്റ്റ് സംവിധാനം നടപ്പിലാക്കണം. ഇലക്ട്രോണിക് വേസ്റ്റുകളുടെ നിർമ്മാർജ്ജനത്തിന് ഗവൺമെന്റ് മുൻകൈയെടുക്കണം. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടണം. പ്രകൃതി സ്നേഹത്തിന്റെ മനോഹരമായ ഈ പാഠങ്ങൾ നമുക്ക് സമൂഹത്തിന് പകർന്നു നൽകാം. അങ്ങനെയെങ്കിൽ ഇനി വരുന്ന തലമുറ